കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ KAP 4ാം ബറ്റാലിയൻ 33ാമത് ജില്ലാ സമ്മേളനം മാക്കാട്ടുപറമ്പ് KAP ക്യാമ്പിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇനി 10ാം ക്ലാസ്സിന്റെയും +2വിന്റെയും എക്സാം കഴിഞ്ഞിട്ടൊരു വീട്ടിലേക്കൊരു പോക്കുണ്ട്. എന്തൊക്കെ തകർക്കാൻ പറ്റുമോ സ്കൂളിൽ അതൊക്കെ തകർത്തിട്ടാണ് പോകുന്നത്. ഇതെങ്ങനെയാണെന്ന് എനിക്ക് നമ്മളൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞു വന്നവരല്ലേ, നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിച്ചു വന്നവരല്ലേ. നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് അവസാനത്തെ ദിവസം പടിയിറങ്ങുമ്പോൾ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് നമ്മൾ പടിയിറങ്ങുന്നത്. പക്ഷെ ഇപ്പോ ക്യാമ്പസുകളാവട്ടെ, നമ്മുടെ സ്കൂളുകളാവട്ടെ, അവിടെയൊക്കെ അവസാന ദിവസം എന്ന് പറയുന്നത് ഒരുമാതിരി തല്ലും പിടിയും ബഹളവും, എത്ര ലാത്തി ചാർജ് പോലും എനിക്കൊന്ന് ഏതൊരു സ്കൂളിൽ കഴിഞ്ഞ തവണ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതായത് കുട്ടികളിൽ വരെ ചെറിയ രീതിയിലെങ്കിലും ക്രിമിനൽ വാസനകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചൊരു ബാധ്യതയാണ്. കാരണം കുട്ടികൾ ഒരു സമൂഹത്തിന്റെ വലിയ സമ്പത്താണ്. അവരിൽ പോലും ക്രിമിനലുകൾ വർദ്ധിക്കുന്നു എന്നുള്ളത് വലിയ വിപത്തായിട്ട് നാളെ മാറും. ഇപ്പൊ കഞ്ചാവ് കാണുന്നില്ലേ, 8ാം ക്ലാസ്സുകാരനും 5ാം ക്ലാസ്സുകാരനും അതിന്റെ കാരിയർമാരായിട്ട് മാറുകയാണ്. ചെറിയ കുട്ടികളാണ് ഇത് കയ്യിൽ വെച്ച് കൊണ്ടു കൊടുക്കുന്നത്. ഉപയോഗിക്കുന്നത് +2കാരനാണ്. ഇപ്പൊ ഏഷ്യാനെറ്റ് ചാനലിന്റെ തലവന്മാര് തന്നെ ഇപ്പോ ഒളിവിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഞാൻ പറയുന്നത് പോക്സോ കേസുകളാവട്ടെ, ഇത്തരം കേസുകൾ ഈ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കേസൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, നമ്മൾ അതിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സ്വഭാവം കൂടി വരുന്നത് നമ്മുടെ നാടിന് ഒരുപക്ഷെ ഒരു അലങ്കാരമായി, ഒരുപക്ഷെ ഇന്ന് നമ്മൾ അഭിമാനിക്കുന്ന രീതിയിൽ നമ്മുടെ നാട് മാറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ചിട്ടാണ്. അതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വീഴുമോ എന്നൊരാശങ്കയും ആവലാതിയും ഒക്കെ നമുക്കുണ്ട്. നല്ല ബോധവൽക്കരണം നടത്തണം. പോലീസിന് സാധിക്കും. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ, അവിടെയെല്ലാം. കാരണം ഇന്ന് വീടുകളിൽ നിന്ന് അത്ര വലിയ ബോധവൽക്കരണം ഒന്നും ആർക്കും കിട്ടുന്നില്ല. കാരണം വീട്ടിന്റെ അവസ്ഥ നമുക്കറിയാലോ. അസോസിയേഷൻ പ്രസിഡന്റ് പ്രിയ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. KAP കമാൻഡന്റ് TK വിഷ്ണു പ്രദീപ് IPS മുഖ്യാതിഥിയായി. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി P രമേശൻ, അസിസ്റ്റന്റ് കമാൻഡോ IV സോമരാജൻ, PV രാജേഷ്, KV ശിവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ. അടിപൊളി മമ്മി. കിച്ചൺ ഐറ്റംസ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നിലവാരമുള്ള ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കണം. അതിനെത്ര ആലോചിക്കാനൊന്നും. പഴയങ്ങാടിയുടെ അഭിമാനമായ നീതി ഹോം അപ്ലയൻസസ്. നീതി പേരിൽ മാത്രമല്ല, അത് സേവനത്തിലും ഉറപ്പുവരുത്തുന്നുണ്ട്. ഇത് എവിടുന്ന് തുടങ്ങണം? നോ രക്ഷ. എണ്ണയില്ലാതെ പലഹാരങ്ങൾ പാകം ചെയ്യാനുള്ള ഒമിയോൺ ഓയിൽ ഫ്രീ പോട്ട്, മോഡേൺ ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ പോട്ട്സ്, ഗ്ലാസസ്, മിക്സി, റൈസ് കുക്കർ. നോക്കൂ, ഫാൻ ഐറ്റംസ് എല്ലാം മികവുറ്റ ബ്രാൻഡ്. പിന്നെ വിലക്കുറവിനോടൊപ്പം മറ്റൊരു സേവനം. നിങ്ങളുടെ ഉപകരണങ്ങൾ കേടുപാട് വന്നാൽ വലിച്ചെറിയാതെ മികച്ച റിപ്പയറിംഗ് സർവീസും എക്സ്ചേഞ്ചും ലഭ്യമാണ്. അപ്പോൾ മറക്കേണ്ട, ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ ഇങ്ങോട്ട് പോന്നോളൂ. ഈ ഓഫർ തീരും മുൻപേ. മമ്മി, ഇനി നമ്മൾ എങ്ങോട്ടാ? നീതി ഹോം അപ്ലയൻസ്. യെസ്. പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. 8547277490.